ഞാൻ ബിനോയ് സോമൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളോട് തന്നെ പറയാനുള്ള ഒരു കഥയുണ്ടല്ലോ. നിങ്ങളുടെ ആ പഴയ കാലത്തിന്റെ ഒരു കഥ. ആ കഥയാണ് ഇന്നത്തെ ഒരു ചെറിയ വലിയ കാര്യത്തിന്റെ ഈ 3-ാം അധ്യായത്തിന് വിഷയമാകുന്നത്. നമുക്കെല്ലാവർക്കുമുണ്ട് ഒരു കഥ. ചില ദുഃഖ നിമിഷങ്ങളും സന്തോഷങ്ങളും നഷ്ടങ്ങളും നേട്ടങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു കഥ. നമ്മുടെ ബാല്യകാലം, സുഹൃത്തുക്കൾ, കലാലയം, നമ്മൾ സ്നേഹിച്ചവർ, നമ്മളെ സ്നേഹിച്ചവർ, നമുക്കൊപ്പം നീങ്ങിയവർ, മുൻപേ പോയവർ, പിന്തുടർന്നവർ, നമ്മളെടുത്ത ചില ശരിയായ തീരുമാനങ്ങൾ, തെറ്റിപ്പോയ ചില തീരുമാനങ്ങൾ, വിജയങ്ങൾ, പരാജയങ്ങൾ, ഇവയൊക്കെ ആവാം ആ കഥയിലെ കഥാപാത്രങ്ങളും വിഷയവും. ആ കഥ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട്. ഓരോരുത്തർക്കും സ്വന്തമായ ഒരു കഥ. നമ്മുടെ വിരലടയാളങ്ങൾ പോലെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ സ്വന്തമായ ഒരു കഥ. ആ കഥ നാം അറിയാതെ തന്നെ നമ്മെ ഓരോ നിമിഷവും ബാധിക്കുന്നുണ്ട്, നമ്മുടെ ഭാവിയെ ബാധിക്കുന്നുണ്ട്. ആ കഥ ചിലർക്ക് ഊർജം നൽകുന്നതാണ്, ചിലർക്കാകട്ടെ മുന്നോട്ട് പോകാൻ തടസ്സമാണ്. അതെന്തുമാകട്ടെ, എന്തായാലും അത് കഴിഞ്ഞ കഥയാണ്. ആ കഥ നമുക്കൊന്ന് തിരുത്തി എഴുതിയാലോ, മുന്നോട്ട് പോകാൻ കൂടുതൽ ഊർജം തരുന്ന വിധത്തിൽ. വിഷമിക്കണ്ട, ഒന്ന് ശ്രമിച്ചു നോക്കൂ. എന്തുമാകട്ടെ നിങ്ങളുടെ പൂർവ്വകാലം, അത് കഴിഞ്ഞതല്ലേ. പറയാൻ വളരെ എളുപ്പമാണ് അല്ലെ? ചെയ്യാനും എളുപ്പമാക്കാം നമുക്ക്. അതിനാദ്യം നിങ്ങൾ നിങ്ങളുടെ കഥ മനസ്സിൽ നിന്നും ഒരു കടലാസിലേക്കൊന്ന് പകർത്തണം. നിങ്ങളുടെ കഥ, നിങ്ങളുടെ ജീവിത കഥ. എന്നിട്ടൊന്ന് വായിക്കണം. അതിൽ നിങ്ങളെ തളർത്തുന്നതും വിഷമിപ്പിക്കുന്നതുമായ ധാരാളം കാര്യങ്ങൾ കണ്ടേക്കാം. എന്നാൽ അവയിൽ നിന്നൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന കുറെ അനുഭവങ്ങൾ, കുറെ പാഠങ്ങൾ, കുറെ തിരിച്ചറിവുകൾ കണ്ടെത്താൻ കഴിയും. ആ നല്ല പാഠങ്ങൾ, ആ പുതിയ അനുഭവങ്ങൾ, ആ നന്മകൾ, ആ തിരിച്ചറിവുകൾ നിങ്ങൾ നിങ്ങളുടെ പുതിയ കഥയിൽ ഉൾപ്പെടുത്തണം. തെറ്റുകൾ തിരുത്തണം. വെട്ടിമാറ്റിയല്ല, പൊളിച്ചെഴുതിയുമല്ല, മറിച്ച് നിലവിലുള്ള കഥയിലെ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത അധ്യായങ്ങൾ ബോധപൂർവം മറന്നുകൊണ്ട് ഇഷ്ടപ്പെടുന്നവയെ കൂടുതൽ വർണ്ണത്തിലാക്കി മാറ്റി എഴുതിയ ഒരു കഥയുണ്ടാക്കണം നിങ്ങളുടെ പുതിയ കഥ. നീ ഒന്ന് വായിച്ചു നോക്കൂ ആ കഥ. അതാണ് അന്ന് മുതൽ നിങ്ങളുടെ കഥ. ആ കഥ നിങ്ങൾക്ക് ഭാവിയിൽ കൂടുതൽ മികവുറ്റ ജീവിത കഥകൾ എഴുതുവാൻ ഊർജം പകരട്ടെ. എന്നും ദുഃഖങ്ങൾ മാത്രം തേടിപ്പോകുന്നവർക്ക് ദുഃഖവും സന്തോഷങ്ങൾ തേടിപ്പോകുന്നവർക്ക് സന്തോഷവും നൽകുന്ന അർത്ഥവത്തായ കുറെ കഥകളുടെ സമാഹാരമാണല്ലോ ജീവിതം. ആ കഥയിലെ സന്തോഷങ്ങൾ തേടിപ്പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സ്വയം സജ്ജമാകാം. നിങ്ങൾ തിരുത്തി എഴുതിയ ആ കഥയുടെ, നിങ്ങളുടെ പുതിയ കഥയുടെ ഊർജം നുകർന്ന് മുന്നോട്ട് പോവാം. പുതിയ കഥകൾ എഴുതുവാൻ, കൂടുതൽ ദൂരം താണ്ടുവാൻ.